അസ്സലാമലൈക്കും. ഇന്ന് ഞങ്ങളിവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ വെളിയങ്കോട് മഹലിൻ്റെ അനാസ്ഥകൾ ഒരുപാട് കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനു വേണ്ട എല്ലാ രേഖകളും, അത്യാവശ്യ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് പ്രകാരം ഞങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കുകയാണ്. അസ്സലാമലൈക്കും. 4-5 ദിവസം മുമ്പ് ഞങ്ങൾ മഹലിൽ ജയിച്ച മെമ്പർമാർ ഈ നാട്ടിലെ ജനങ്ങളെ നമ്മൾ ജയിപ്പിച്ചപ്പോൾ മഹലിൻ്റെ കാര്യത്തിൽ ഇടപെടാനുള്ള ഒരു അധികാരം നമുക്കുണ്ട്. അത് നല്ല നിലക്ക് മഹൽ കമ്മിറ്റി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളതിൻ്റെ ഭാഗമായിട്ട് സന്തോഷത്തിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് തോന്നിയ ചില സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അതിലും വലിയ പ്രശ്നങ്ങളാക്കിയിട്ട് അവർ മുന്നിലേക്ക് വെക്കുകയാണ്. 4 ദിവസം മുമ്പ് ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മളെ പള്ളിയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു ഗേറ്റിൻ്റെ അധ്യേ യാത്ര ചെയ്യുന്ന ആർക്ക് കണ്ടാലും മനസ്സിലാവും ഫില്ലർ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടെന്ന്. അത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങളൊരു വീഡിയോ ചെയ്തത്. ആ വീഡിയോ ചെയ്തപ്പോൾ അവർക്ക് വ്യക്തമായ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളിൽ സംശയം ഉണ്ടായപ്പോൾ ഞങ്ങൾ മഹല്ല് ഓഫീസിൽ പോയിട്ട് നമ്മൾ എഴുതി കൊടുത്തു. ഈ ഗേറ്റും ഈ മതിലുണ്ടാക്കാൻ ഉപയോഗിച്ച കൊട്ടേഷൻ ആവശ്യപ്പെട്ടിട്ട് കമ്മിറ്റി കൊടുത്ത നോട്ടീസിൻ്റെ കോപ്പിയും തീയതിയും തരാൻ കിട്ടിയിട്ടില്ല. സ്ത്രീകളുടെ നിസ്കാര മുറിയുടെ ഭാഗത്ത് പൊളിച്ച മതിൽ നിർമ്മാണത്തിന് എഗ്രിമെൻ്റ് എഴുതിയതിൻ്റെ കോപ്പി ചോദിച്ചു, കിട്ടിയില്ല. ടെൻഡറിന് കിട്ടിയ ആളുകളുടെ പേരും വിവരങ്ങളും ചോദിച്ചു, മഹലിൽ നിന്ന് കിട്ടിയില്ല. മതിൽ ടെൻഡർ നടത്തി തുടങ്ങിയത് മുതൽ അതിന് കൊടുത്ത ചെക്കിൻ്റെ ഇത് രേഖകളൊക്കെ എന്തിനാണ് ചോദിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലായത് 5000 റുപ്യയിൽ കൂടുതലുള്ള വർക്ക് എടുക്കണമെങ്കിൽ കൊട്ടേഷൻ ബേസ് ചെയ്തിട്ടാണ് എടുക്കാൻ പാടുള്ളൂ വഖഫിൻ്റെ നിയമത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ നിയമത്തിൽ പറയുന്നത് 10,000-ൽ കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നാണ്. ഇത് 1,25,000 ഉണ്ടായിട്ട് കൊട്ടേഷൻ കൊടുത്ത യാതൊരു കോപ്പിയും നമ്മളെ മഹല്ല് ഓഫീസിലില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചോദിച്ചത്. പിന്നെ ഇത് പറഞ്ഞ് അവർ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൻ്റെ ആൾ ആ സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. അതിൻ്റെ ഒരു രേഖകളും അവിടെ പരിശോധിച്ചപ്പോൾ ഇല്ല. അപ്പോൾ ഇത് മഹല്ല് കമ്മിറ്റി എന്നൊക്കെ പറയുമ്പോൾ അത് ഖിയാമത്ത് വരെ നിലനിൽക്കേണ്ടതാണ്. നമ്മൾ ഇന്ന് വരും പോവും, അവർ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തുള്ള ആൾക്കും അവകാശികൾ മാറും, വിൽക്കാം, മക്കളാവാം. ആ സമയത്തൊക്കെ മഹലിൻ്റെ അതിര് കറക്റ്റ് സംരക്ഷിക്കേണ്ട നമ്മൾ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നിട്ട് അപ്പുറത്തേക്ക് ഒരു അടി പോലും ഒരു ഇഞ്ച് പോലും കയറ്റി വെച്ച് ചെയ്യാൻ പാടില്ല. നമ്മളെ പണം ചിലവാക്കി നമ്മൾ അതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു കാര്യം. മറ്റൊരു കാര്യം അവർ പറഞ്ഞു നമ്മൾ ഷീറ്റിട്ട വെള്ളം വരെ അവിടെ പോകുന്നു, എന്തിനാ നമുക്ക് പള്ളിക്കാടില്ലായിട്ടാ നമ്മളെ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് ഇത് നിയമപരമായിട്ട് അവർ ഇതിനെ ആധികാരികമായിട്ട് നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഈ കാര്യം മനസ്സിലാവില്ല. പിന്നെ കുറേ കാലമായി ദർസിലെ കുട്ടികൾക്ക് ബാത്റൂമിൻ്റെ കാര്യം പറയൽ തുടങ്ങിയിട്ട് അവിടെ രാത്രി ആയിട്ടുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ കുട്ടികൾ നായനും മറ്റുള്ളവർക്ക് കുറുക്കനൊക്കെ പേടിച്ചിട്ട് ബാത്റൂമിൽ പോകാനും കൂടി ഒരു സൗകര്യം കിട്ടാതെ കിടക്കുന്ന ബാത്റൂമിൻ്റെ ഈ അവസ്ഥയിൽ അതിന് മുൻതൂക്കം കൊടുക്കാതെ ഇതിനു വേണ്ടിയിട്ട് പ്രാധാന്യം കൽപ്പിക്കാനുള്ള കാരണങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. ബാത്റൂമിൻ്റെ കാര്യം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് സ്വകാര്യ വ്യക്തിയുടെ കോംപ്ലക്സിന് വേണ്ടിയിട്ട് മതിൽ കെട്ടി കൊടുക്കാൻ ഇത്രയും താല്പര്യം എടുത്തതിൻ്റെ കാര്യം മനസ്സിലാകുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കേണ്ട കാര്യങ്ങൾ അവിടെ കിടക്കുമ്പോൾ ഈ കോംപ്ലക്സിനൊക്കെ പോയിട്ട് മതിൽ കൊട്ടി മൊഞ്ചു കൂട്ടിനല്ലല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മഹല്ല് അതൊക്കെ ആയിട്ടല്ലേ നോക്കേണ്ടത്. എത്ര കാലം ഇതിങ്ങനെ കിടക്കൽ തുടങ്ങിയിട്ട് അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ പള്ളിയിലും പള്ളിക്കാട്ടിലും പരിസരങ്ങളിലും കിടക്കുന്നു, അതൊന്നും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ നമ്മളെ പള്ളിയുടെ ഫ്രണ്ട് സൈഡിൽ ഇപ്പോൾ ഹൈവേ പൊളിച്ചിട്ട് അവിടെ മതിലില്ലാതെ കിടക്കുകയാണ്. നമ്മുടെ ബാക്ക് സൈഡിലാണ് ഈ മതിൽ കെട്ടിയിട്ടുള്ളത്. അവിടെ ഇത്ര വൃത്തിയുള്ള ഭംഗിയുള്ള മതിലൊന്നും കെട്ടേണ്ട ആവശ്യമില്ല. ഏതായാലും പള്ളിക്കാട്ടിലുണ്ടായിരുന്ന പഴയ കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു സിമ്പിളായ ഒരു മതിലാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ ആൾക്ക് നല്ല മതിൽ അവിടെ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പറഞ്ഞ് നിങ്ങൾ കെട്ടിക്കോളി. അതല്ലെങ്കിൽ പറയണം അദ്ദേഹം നമുക്കൊരു അർജി ഇങ്ങോട്ട് തരണം, ഈ അതിൽ നിങ്ങളും നമ്മളും കൂടി സംയുക്തമായിട്ട് മതിൽ കെട്ടുക, അതിൻ്റെ പകുതി പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കത്തൊന്നും അദ്ദേഹം നമ്മളെ മഹലിൽ കൊടുത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം നമുക്ക് ഏത് ആൾക്കും കണ്ടാൽ തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കെട്ടിക്കൊടുത്തോന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ആ സംശയം തീർത്ത് തരേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളാണ്. അവരിപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് നീക്കി വെച്ചാലും തെറ്റന്നില്ലേ? നാളെ പിറ്റന്നാൾ അത് ചോദ്യം ചെയ്യുന്നൊരവസ്ഥ വരില്ലേ? നമുക്ക് നമ്മളെ അതിരിലാണ് നമ്മൾ മതിൽ കെട്ടേണ്ടത്. അങ്ങനെയാണ് ആ മതിലിനെ പറ്റിയിട്ട് ഞങ്ങൾ പോയത്. ആ വഴിക്ക് നടക്കുന്ന പല ആൾക്കാരും അന്ന് പണി നടക്കുമ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇതെന്താ അങ്ങോട്ട് കയറ്റി കെട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്കുള്ള സംശയം ഞങ്ങൾ ജനങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് രേഖാമൂലം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലാതെ നാട്ടിലൊരു വിവാദികത ഉണ്ടാക്കാൻ ഞങ്ങൾ കുറേ വർത്തമാനം ഞങ്ങൾക്കില്ല. നമുക്ക് വെളിയങ്കോട് മഹല്ല് നല്ല നിലക്ക് നടന്നു പോകണം, ആര് ഭരിക്കുക എന്നുള്ളതല്ല. നമ്മൾ അനാസ കൊണ്ട് സാമ്പത്തികമായി വലിയ നഷ്ടം വന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ആ തോന്നൽ നിങ്ങൾ മാറ്റി തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമൊന്നും. ഒരു കാര്യം പറയാനുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ്, വെളിയങ്കോട് മഹല്ലിൽ നിന്ന് കിട്ടിയ സമ്മതപത്രം
അതിൽ പറയുന്നത് വെളിയങ്കോട് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ അധീനതയിലുള്ള സ്ത്രീകളുടെ നിസ്കാര റൂമും ടോയ്ലറ്റും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ചുറ്റിമതിൽ പണിയുന്നതിലേക്ക് നിലവിലെ മഹല്ല് മാനേജിംഗ് കമ്മിറ്റി മെമ്പർ 50,000 രൂപ 3 മാസം ഇതിൽ ഡേറ്റ് കൊടുത്ത് 3 മാസത്തിനകം നൽകുമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു 50,000 രൂപ കൊടുത്തിട്ട് ആ മതിൽ കെട്ടുമ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇതിൽ സംശയമില്ലേ? കാരണം മഹല്ലിൻ്റെ എന്തെല്ലാം പണി നടക്കുന്നുണ്ട്. ഇതുപോലെ ആരും ഒരു മാനേജ്മെൻറ്റ് മെമ്പർമാരോ നമ്മളെപ്പോലത്തെ മെമ്പർമാരോ ആരും ഒന്നും കൊടുത്തായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ അദ്ദേഹം 50,000 രൂപ കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം നിർദ്ദേശിക്കുന്നത് പോലെ കമ്മിറ്റി ഭാരവാഹികൾ അദ്ദേഹത്തിന് അതിലുണ്ടാക്കി കൊടുക്കുന്നത് എന്നെപ്പോലത്തെ ആളുകൾക്ക് മെമ്പർക്ക് സംശയമുണ്ട്. ആ സംശയങ്ങൾ തീർത്തെന്നാൽ മതി. അല്ലെങ്കിൽ ഞങ്ങളെ ജനങ്ങളെ മുമ്പിലേക്ക് ഇത് വെക്കുകയാണ്. നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ പറയും.